മലപ്പുറം സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല. 16 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചില കോളിളക്കങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ കാര്യമായ പോരാട്ടം കാഴ്ചവെക്കാനാകാതെ ഇടതുപക്ഷവും BJPയും ഉൾപ്പെടുന്ന പ്രതിപക്ഷം ദയനീയമായി പരാജയപ്പെടുന്നതാണ് ഇവിടത്തെ പതിവ് കാഴ്ച. ഇക്കുറി രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഉറപ്പിച്ചാണ് എതിരാളികളും കച്ചമുറുക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ UDF കണക്ക് കൂട്ടുമ്പോൾ പിണറായി വിജയന്റെയും മോദിയുടെയും വികസന കുതിപ്പ് ചൂണ്ടിക്കാട്ടി വോട്ട് പിടിക്കാനാണ് LDFന്റെയും NDAയുടെയും ശ്രമം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിൽ വിജയിച്ച് പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസിന് പിന്നിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് ഇക്കുറി ഒന്നുകൂടി നില മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്താകെ 25 മത്സരിക്കാനാണ് ലീഗിന്റെ തീരുമാനം. പുറത്തുവന്ന സ്ഥാനാർത്ഥി പട്ടിക പ്രകാരം മലപ്പുറം ജില്ലയിൽ മാത്രം 12 ഇടത്താണ് ലീഗ് മത്സരരംഗത്തുള്ളത്. ഇതിൽ തന്നെ ഉറച്ച ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ 11 വള്ളിക്കുന്ന്, കൊണ്ടോട്ടി, മഞ്ചേരി, ഏറനാട്, മലപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ, വേങ്ങര, കോട്ടക്കൽ, താനൂർ, തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെയാണ് ലീഗ് അണിനിരത്തിയത്. അതേസമയം ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ നിലമ്പൂരും വണ്ടൂരും മാത്രമാണ് ജയസാധ്യതയുള്ളത്. നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്തിനും വണ്ടൂരിലെ പട്ടികജാതി സംവരണ സീറ്റിൽ AP അനിൽകുമാറിനും ഉറച്ച വിജയസാധ്യതയാണുള്ളത്. അതേസമയം തവനൂരും പൊന്നാനിയും തിരൂരും ഇടതുമുന്നണിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. ഇവിടങ്ങളിൽ KT ജലീൽ, നൌഷാദ് അലി, V അബ്ദുറഹ്മാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ഇക്കുറി അബ്ദുറഹ്മാൻ രണ്ടത്താണിയും മങ്കടയിൽ മറ്റൊരു ലീഗ് നേതാവും സീറ്റിനെ ചൊല്ലി ഇടഞ്ഞു നിന്നെങ്കിലും ലീഗ് നേതൃത്വം ഇടപെട്ട് ഇവരെ അനുനയിപ്പിച്ചിരുന്നു. ഇതോടെ തിരൂരങ്ങാടിയും മങ്കടയും ഉൾപ്പെടെയുള്ള 2 സീറ്റുകൾ കയ്യിൽ നിന്ന് വഴുതിപ്പോകുമെന്ന് തോന്നിച്ചെങ്കിലും പാണക്കാട് നേതൃത്വത്തിന്റെ ഇടപെടൽ പ്രതിസന്ധി ഒഴിവാക്കി. ഏറ്റവും ഒടുവിലായി താനൂരിൽ ലീഗ് ജില്ലാ സെക്രട്ടറിയെ മത്സരിപ്പിക്കാൻ LDF ശ്രമം നടത്തുന്നുണ്ട്. V അബ്ദുറഹ്മാൻ പോരാടി പിടിച്ചെടുത്ത മണ്ഡലം ഏതു വിധേനയും നിലനിർത്താനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. അബ്ദുറഹ്മാൻ സ്വന്തം നാടായ തിരൂരിലേക്ക് മാറിയതുകൊണ്ട് തന്നെ അവിടുത്തെ ലീഗിന്റെ കുറുക്കോളി മൊയ്തീനുമായുള്ള കടുത്ത മത്സരം ഉറപ്പായി കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളിയായ PK കുഞ്ഞാലിക്കുട്ടി ഇക്കുറി മലപ്പുറത്തേക്ക് മാറിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പരാജയഭീതി കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി മാറിയതെന്ന് എതിരാളികൾ പറഞ്ഞു പരത്തുമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സ്വന്തം നാട്ടിൽ മത്സരിക്കണമെന്ന ആഗ്രഹമാണ് കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തേക്ക് മാറാൻ പ്രേരിപ്പിച്ചത്. അതിനു പിന്നാലെ വേങ്ങര മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റികൾ ചേർന്നാണ് തീപ്പൊരി പ്രാസംഗികനായ KM ഷാജിയെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. LDF സ്വതന്ത്രനായി മത്സരിക്കുന്ന സബാ കുണ്ടുപുഴക്കൽ വേങ്ങരയിൽ ഷാജിയുടെ പ്രധാന എതിരാളിയായി എത്തും. PV അൻവറിന്റെ പിന്മാറ്റത്തിലൂടെ നഷ്ടമായ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇത്തവണ U ഷറഫ് അലിയെ സ്വതന്ത്രനായാണ് CPM രംഗത്തിറക്കുന്നത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ ഷറഫ് അലി 2ാം പിണറായി സർക്കാരിന് കീഴിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിരുന്നു. കോൺഗ്രസുകാരനായ ആര്യാടൻ ഷൗക്കത്ത് ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം.